കേന്ദ്രം കോൺഗ്രസ് വാഴുമ്പോൾ ഇന്ധന വിലകൾ ദിവസം തോറും ഇതിന്റെ കഴിഞ്ഞ ജൂൺ 26-ാം തീയതി പെട്രോളിയം പോലെ മാസങ്ങൾ കൊണ്ട് ഓരോ സമയത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് കമ്പനികൾ ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എന്തുമാവാം, ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ള രീതിയിലുള്ള നടപടികളിലേക്കാണ് പോകുന്നത്. പെട്രോളിൻ്റെ വില വർദ്ധിക്കുന്നത്, ഡീസലിൻ്റെ വില വർദ്ധിക്കുന്നത് ഒക്കെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സമരത്തിലേക്ക്, ബസ് തൊഴിലാളികൾ സമരത്തിലേക്ക്, അങ്ങനെ ജനജീവിതമാകെ ബാധിക്കുന്ന രീതിയിലുള്ള വിലക്കയറ്റം കൊണ്ടുണ്ടാകുന്ന രൂക്ഷമായ പ്രതിസന്ധിയും പ്രശ്നങ്ങളും രാജ്യത്തെ ആകെ തന്നെ പിടിച്ചുലക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ നാഥനില്ലാത്തൊരവസ്ഥ, എന്തിനും ഏതിനും നാഥനില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ പെട്രോളിയം കമ്പനികൾക്ക് ഗവൺമെൻറ് മുഴുവൻ സൗകര്യങ്ങളും ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് എന്തും അവർ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലേക്കുള്ള ഈ നീക്കം അപകടകരമായിട്ടുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ആഗോളതലത്തിൽ ഇതിനൊക്കെ ക്രൂഡ് ഓയിലിന് വില വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പെട്രോളിയം മന്ത്രി ദേവറ അടക്കമുള്ള ആളുകൾ പെട്രോളിയം കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള കുഴലൂത്ത് നടത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ, ഇടതുപക്ഷമടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മുഴുവൻ ആളുകളും, ഇത് കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട്, ഭരണകക്ഷിക്കകത്ത് പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷം, അതുപോലെ ഇടതുപക്ഷമടക്കമുള്ള BJP അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഈ രംഗത്ത് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഈ ഗവൺമെൻറ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. അഴിമതിയാണ് ഇതിൻ്റെ മുഖമുദ്ര. മുഴുവൻ കാര്യങ്ങൾ നടത്തുന്നത് മന്ത്രിമാർക്ക്, അതുപോലെ തന്നെ മറ്റ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് അവർക്കുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ടെലികോം രംഗത്ത് 1,75,000 കോടിയിലധികം ഉറുപ്പിക അഴിമതി നടന്നതായിട്ടുള്ള വലിയ തോതിലുള്ള അന്വേഷണങ്ങൾ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ CBI അന്വേഷിക്കുന്നത്, നിയന്ത്രണത്തിലാണ് CBI അന്വേഷിക്കുന്നത്. കോടതി പോലും വിവാദത്തിലേക്ക് വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും അല്പം ആശ്വാസമുണ്ടായത് കോടതിയെയാണ്. ആത്യന്തികമായി കോടതിയാണ് എല്ലാം ഡയറക്ഷൻ കൊടുക്കുന്നത്. ബാക്കി ഭരണകൂടങ്ങൾ ഏത് പാർട്ടി ഭരിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും ഇവിടെ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആ നീതി കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത് കോടതി സംവിധാനങ്ങളാണ്, ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയിൽ പോലും ഇപ്പോൾ വലിയ തോതിലുള്ള വെല്ലുവിളികൾ വന്നിരിക്കുന്നു. അതിനകത്ത് വിവാദങ്ങൾ, ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ വിവാദത്തിന് അടിമപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതൊക്കെ വരുന്നത് സാമ്പത്തികമാണ്. അഴിമതിയാണ് ഇതിൻ്റെയൊക്കെ അടിത്തറ. അഴിമതിക്ക് വേണ്ടി, കാശിന് വേണ്ടിയിട്ടുള്ള കരണം മറച്ചലുകളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതിയാണ്. ഇന്നേ വരെ നമ്മുടെ ഈ കാലം അത്രയും ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള അഴിമതികളൊക്കെ തന്നെ കൂട്ടിപ്പെരുക്കി എല്ലാം കൂടിയാലും ഇതിൻ്റെ അടുത്തൊന്നും എത്തുകയില്ല. ഇപ്പോഴത്തെ ഈ സ്പെക്ട്രം അഴിമതി എന്ന് പറയുന്ന അഴിമതിയുടെ അടുത്തേക്ക് നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള അഴിമതികളൊക്കെ തന്നെ കൂട്ടിയാൽ എവിടെയെത്തൂല. ആ രീതിയിൽ 1,75,000 കോടി ഉറുപ്പികയുടെ അഴിമതിയും തിരിമറിയും നടന്നു എന്ന് വരുമ്പോൾ അതിൻ്റെ അസഹ്യത, അതിൻ്റെതായിട്ടുള്ള ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ലോകസഭ സ്തംഭിക്കാൻ പാടില്ലായിരുന്നു, ദൗർഭാഗ്യകരമില്ല എന്നുള്ള ധിക്കാരപരമായ സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം. അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് പ്രധാനമന്ത്രിയിലേക്കാണ് എത്തുന്നത്. ആത്യന്തികമായിട്ട് അവസാന വാക്ക് എന്നതൊക്കെ സോണിയ പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്.
പക്ഷേ പ്രതിഭടനം ചെയ്തിട്ടുണ്ട്. 2001 തന്നെ ഭരിക്കുമ്പോൾ BJP അപകടം വരാം. അവരാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ಬಂದ ನಂತರ ಯಾವ ರೀತಿಯಲ್ಲಿ ಬೆಲೆ ಏರಿ ಜನರಿಗೆ ಯಾವ ರೀತಿ ದ್ರೋಹ ಆಗ್ತಾ ಇದೆ ಎಂಬ ವಿಚಾರ ನೀವೆಲ್ಲರೂ ಆಲೋಚನೆ ಮಾಡಬೇಕು. ನಿಮಗೆ ಗೊತ್ತಿಲ್ಲ ಬೆಲೆ ಏರಿಕೆಯ ಆ ಒಂದು ಭಾವನೆಯಿಂದ ಜನತೆ ತತ್ತರಿಸಿದೆ.